നമുക്കിത് ചെറിയൊരു വ്ളോഗ് കണ്ടാലോ? ഇതെൻ്റെ ഒരു ചെറിയൊരു ബർത്ത്ഡേ വ്ളോഗും കൂടെയാണ് കേട്ടോ. രാവിലെ എന്നെ എന്നും എണീപ്പിക്കുന്ന ഇവർ രണ്ടുപേരാണ്. രണ്ടുപേരും വന്നിരുന്ന് ജനലിൽ ഇങ്ങനെ കൊത്തും. അങ്ങനെ ഞാൻ ഇന്നും രാവിലെ എണീക്കും. പിന്നെ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റു. രാവിലെ കുളിയെല്ലാം കഴിഞ്ഞു. അമ്പലത്തിൽ പോകാനുള്ള പ്ലാൻ ഉണ്ട് കേട്ടോ. നാളൊന്നുമല്ല, എൻ്റെ ബർത്ത്ഡേ ഡേറ്റാണ് December 21. ഞാനിവിടെ കണ്ണൂരാണ്. അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയായി. എൻ്റെ പതിവ് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഈ ഒരു സ്കേർട്ടും ടോപ്പുമാണ് ഇടുന്നത്. ഇതെൻ്റെ വെഡ്ഡിങ്ങിൻ്റെ തലേദിവസത്തെ സ്കേർട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്കേർട്ട്. ഇതിട്ട് കഴിഞ്ഞാൽ നല്ല സുഖമാണ്. തയ്ച്ചത് നല്ല പെർഫെക്റ്റ് ആയിട്ട്, അതുകൊണ്ടാണ് കേട്ടോ അത്ര കംഫർട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ പതിവ് പോലെ എൻ്റെ സ്കിൻ കെയർ എല്ലാം തന്നെ ചെയ്തു. ഫുള്ളൊന്നും ഞാൻ ഇടുന്നില്ല. എൻ്റെ ഒരുപാട് ഗെറ്റ് റെഡി വിത്ത് മീൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ തന്നെ ഡെയിലി ഞാൻ തേക്കുന്നത്. അങ്ങനെ എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസറാണ് സെറാവെ. ഇത് ഹസ്ബൻഡ് കാനഡയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അടിപൊളി സാധനമാണ്. അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ മുടിയൊക്കെ ഒന്ന് ഞാൻ ഡ്രൈ ചെയ്തു. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിന്ദൂരം തൊടലാണ്. ഞാൻ ഈ സിന്ദൂരത്തെ പറ്റി ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അടിപൊളി സിന്ദൂരമാണ്. ഞാൻ രാവിലെ വെച്ചിട്ട് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് 9 മണി, 8 വരെ, നൈറ്റ് 9 o'clock ഇതുവരെ എൻ്റെ പോയിട്ടില്ല. അടിപൊളിയാണ്. അങ്ങനെ ചെറിയൊരു ഇതൊക്കെ കഴിഞ്ഞു, സെറ്റായി റെഡിയായി. അങ്ങനെ ഞാൻ താഴത്തേക്ക് ഇറങ്ങി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ പാടമാണ്. ഫുൾ മഞ്ഞായിരുന്നു അവിടെ. അമ്പലം അടുത്ത് തന്നെ. ഞങ്ങൾ പതുക്കെ നടന്നു പോയി, ഞാനും അമ്മയും കൂടെ. അങ്ങനെ അവിടെ പോയി തൊഴുത് പ്രസാദമൊക്കെ വാങ്ങി തിരിച്ചതേ വീട്ടിലേക്ക് വന്നു. അങ്ങനെ രാവിലെ ഒരു ബോട്ടിൽ ഞാൻ വെള്ളം എടുത്തു വയ്ക്കും. വെള്ളം കുടിച്ചു. അതിനുശേഷം രാവിലെ പുട്ടായിരുന്നു, അതൊക്കെ കഴിച്ച് ചെറിയൊരു തോരനൊക്കെ ഉണ്ടാക്കി. കറികളൊക്കെ അമ്മയാക്കി കേട്ടോ. പിന്നെ ഉച്ചത്തെ ഭക്ഷണം ഇതൊക്കെയായിരുന്നു. പിന്നെ അനിയൻ എനിക്കൊരു ഡയറി മിൽക്ക് കൂടെ തന്നു. അതിരുന്ന് കഴിച്ചു. പിന്നെ അപ്പോഴേക്കും അമ്മ ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അത് അമ്മ എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിത്തരാൻ വേണ്ടി പുറത്ത് കൊണ്ടുപോയതാണ്. അങ്ങനെ ഒരു ഫലൂഡയൊക്കെ കഴിച്ച് പിന്നെ വൈകുന്നേരം വന്ന് പുറത്തിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. കുറച്ച് നേരം അവിടെ ഇങ്ങനെ കുട്ടികളൊക്കെ കളിക്കണം കണ്ടിരിക്കും. അത് കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചു. വീട്ടിൽ കേക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് കേട്ടോ. അവിടെ പിന്നെ അച്ഛനും അമ്മയും അനിയനും ഉണ്ടായിരുന്നു. ഞങ്ങൾ കേക്കെല്ലാം കട്ട് ചെയ്ത് അങ്ങനെ കേക്കൊക്കെ കഴിച്ചു. പിന്നെ ഹസ്ബൻഡില്ലാത്തൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. ആൾ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആളുമായിട്ട് വീഡിയോ കോളൊക്കെ ചെയ്ത് നമ്മൾ കേക്കൊക്കെ മുറിച്ച് ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.